പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മരിയ ജോൺ വിയാനി പറഞ്ഞു, ജപമാല നമ്മുടെ മേലും തിന്മ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ മേലും ദൈവമാതാവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടാൻ മുടങ്ങാതെ ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്. ഫാദർ നിക്കോളാസ് ഓപ്പി. ജപമാല പരിശുദ്ധ കന്യകയിൽ നിന്നും പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള ഒരു സ്നേഹ ശൃംഖലയാണെന്ന് പറഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ആവർത്തിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തെ നാം സ്തുതിച്ചാരാധിക്കുന്നു. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ ജപമാലയുടെ ചൈതന്യം ആ പ്രാർത്ഥനയുടെ ചൈതന്യമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. മാലാഖയിലൂടെയും വിശുദ്ധ എലിസബത്തിലൂടെയും പുറത്തു വന്ന മേരി സ്തുതിപ്പുകൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സ്പർശനം അനുഭവിക്കാൻ സാധിക്കുന്ന അമൂല്യമായ പ്രാർത്ഥനയായി അത് മാറുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവിൻ്റെ കരങ്ങളിലൂടെ കർത്താവ് നമ്മെ രൂപപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കുമെന്ന് നാം ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. ദൈവമക്കളെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നാം കടന്നു പോകുകയാണ്. നാം കർത്താവിന് അനുരൂപരാകുകയാണ്. സ്വർഗം സുനിശ്ചിതമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.